അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം വിശുദ്ധ ഖുർആനിലെ 101-ാമത്തെ സൂറത്തായ അൽ ഖാരിഅ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഖാരിഅയുടെ ആമുഖവും 3 ആയത്തുകളുടെ ആശയവുമാണ് മനസ്സിലാക്കിയത്. എന്താണ് സൂറത്തുൽ ഖാരിഅയുടെ മുഖ്യ കണ്ടന്റ്? ഖിയാമത്താണ് അല്ലേ? പരലോകവും പരലോക വിചാരണയും അവിടെ ലഭിക്കുന്ന രക്ഷാശിക്ഷകളുമാണ് ഈ സൂറയുടെ മൊത്തത്തിലുള്ള ആശയം എന്ന് മനസ്സിലാക്കിയതാണ്. ആദ്യത്തെ 3 സൂക്തങ്ങളിൽ എന്താ പറയുന്നത്? ഖിയാമത്തിൻ്റെ ഭയാനകമായ ഹൊറിബിൾ ആയിട്ടുള്ള ആ രംഗമാണ് അള്ളാഹു നമ്മെ അനുഭവിപ്പിക്കുന്നത്. ആ ഭയങ്കര സംഭവം എന്താണ്? ആ ഭയങ്കര സംഭവം നിനക്കറിയാമോ? എന്താണ് ആ ഭയങ്കര സംഭവം എന്ന് ഇങ്ങനെ ചോദിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇനി അള്ളാഹു 4-5 സൂക്തങ്ങളിൽ അപ്പോൾ ഉണ്ടാകുന്ന 2 അനുഭവങ്ങൾ വെളിപ്പെടുത്താണ്. നമുക്ക് പാരായണം ചെയ്തിട്ട് മുന്നോട്ട് പോകാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش. 4-5 സൂക്തങ്ങളാണ്. 4-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം ശ്രദ്ധിക്കാം. യൗം ദിവസം, യക്കൂനു ഉണ്ടാകും, ഉണ്ടാകുന്ന ദിവസം, സംഭവിക്കുന്ന ദിവസം, അന്നാസ് ജനം, ക പോലെ, കൽ ഫറാഷ്, ഫറാഷ് പാറ്റകൾ എന്നാണ് അർത്ഥം. ഫറാഷത്ത് എന്നാണ് അതിൻ്റെ ഏകവചനം, സിംഗുലർ. പൂമ്പാറ്റ, ബട്ടർഫ്ലൈസ്, അതുപോലെ പാറി നടക്കുന്ന എല്ലാ പ്രാണികൾക്കും ആ വാക്ക് ഉപയോഗിക്കണം. മബ്സൂസ്, ബസ്സ, പരത്തി വ്യാപിപ്പിച്ചു എന്നാണ് ആശയം. മബ്സൂസ് പരത്തപ്പെട്ടത് അല്ലെങ്കിൽ ചിതറിയത് എന്ന് പറയാം. കൽ ഫറാഷിൽ മബ്സൂസ്, ചിതറിയ പാറ്റകളെപ്പോലെ എന്നാണ് അർത്ഥം. യൗം നേരത്തെ നമ്മൾ പഠിച്ചതല്ലേ? സൂറത്തുൽ ഫാത്തിഹയിൽ യൗമിദ്ദീൻ ഉണ്ടായിരുന്നു. പിന്നെ സുമ്മല തുസ്അലുന്ന യൗമ ഇദിൻ അനിൻ നഈം, സൂറത്തു തക്കാസുറിലെ അവസാനത്തെ ആയത്ത്. ഇവിടെ വീണ്ടും യൗമ വരികയാണ്. യൗം അതൊരു ദിവസമാണ്. കാന യക്കൂനു നമ്മൾ ഫസ്റ്റ് എവിടെ പഠിച്ചത്? വലം യക്കുല്ലഹു കുഫുവൻ അഹദ് അല്ലേ? യക്കുൻ അതിൻ്റെ പൂർണ്ണ രൂപമാണ് യക്കൂനു എന്നത്. യൗമ യക്കൂൻ ഉണ്ടാകുന്ന ദിനം, സംഭവിക്കുന്ന ദിനം. അന്നാസ് ജനങ്ങൾക്ക് സംഭവിക്കും. അന്നാസ് പഠിച്ചത് ഓർക്കുന്നില്ലേ? ഒരു സൂറത്തിൻ്റെ പേര് തന്നെ അന്നാസ് ആയിരുന്നു അല്ലേ? കൽ ഫറാഷ്, ക പോലെ എന്ന അർത്ഥത്തിലുള്ള ക നമ്മൾ പഠിച്ചതാണ്. എവിടെ പഠിച്ചത്? ക അസ്ഫി മഅ്കൂൽ. ഒരുപാട് പഠിച്ചു കേട്ടോ, അതൊക്കെ ഓർത്തു വെക്കണം. അപ്പോൾ യൗമ യക്കൂനു നാസു ക, അത്രയും പഠിച്ചതാണ്. പിന്നെ ബാക്കിയുള്ളത് അൽ ഫറാഷിൽ മബ്സൂസ്, 2 വാക്കുകളേ ഉള്ളൂ അല്ലേ? ചിതറിയ പാറ്റകളെ പോലെ, മനുഷ്യർ ചിതറിയ പാറ്റകളെ പോലെ ആകുന്ന ദിനം. എന്താ ഉദ്ദേശം? മനുഷ്യര് പാറ്റകളെ പോലെ ആവുക എന്ന് പറഞ്ഞാൽ ചിതറി ഓടുകയാണ് മനുഷ്യൻ അല്ലേ? അങ്ങനെയല്ലേ മനുഷ്യര്? പെട്ടെന്ന് നമ്മൾ തിരക്കുള്ള ഒരു ടൗണിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി എന്നിരിക്കട്ടെ, ആളുകൾ ചിതറി ഓടാൻ തുടങ്ങും. അതാണ് മനുഷ്യൻ്റെ ഒരു പ്രകൃതം. അവനവൻ്റെ കാര്യം സേഫാക്കാനാണ് എപ്പോഴും ആളുകൾ ആദ്യം ആലോചിക്കുക. ഒരു ബസ് അപകടമോ എന്തൊക്കെ സംഭവിച്ചാൽ ആദ്യം സ്വയം പുറത്ത് ചാടി അയ്യോ എൻ്റെ കുഞ്ഞ് അകത്തായി പോയല്ലോ എന്ന് പിന്നെയാണ് ഓർക്കുക അല്ലേ? ആ നിലയ്ക്ക് മനുഷ്യൻ നിസ്സഹായനായി പോകുന്ന അവസ്ഥയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചിതറിയ പാറ്റകൾ, ഈയലുകളില്ലേ? മഴപ്പാറ്റ എന്ന് പറയുന്നത് മഴ പെയ്യാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വന്ന് നമ്മുടെ ബൾബിൻ്റെ ചുറ്റുമൊക്കെ പാറി നടക്കുന്ന പാറ്റകളില്ലേ? അതുപോലെ മനുഷ്യൻ നിസ്സഹായനായിട്ട് പരക്കം പായാൻ തുടങ്ങും.
ഏറ്റവും വേണ്ടപ്പെട്ട ഏറ്റവും അടുപ്പമുള്ള ആളുകളെ പോലും മറന്നുപോകും. ഖുർആൻ പറയുന്നുണ്ട്, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബി വ സാഹിബത്തിഹി വ ബനി. ഏത് സൂറയാണ്? സൂറത്ത് അബ്ബസ അല്ലേ? മനുഷ്യൻ സ്വന്തം സഹോദരനെ കാണുമ്പോൾ ഓടി അകലും. ഉമ്മയിൽ നിന്ന്, വാപ്പയിൽ നിന്ന്, ഇണയിൽ നിന്ന്, തൻ്റെ മക്കളിൽ നിന്ന് ഉമ്മയുണ്ട് വരുന്നതെന്ന് പറഞ്ഞ് ഓടിക്കളയാ. എന്താ കാരണം? സ്വന്തം കാര്യം തന്നെ ബേജാറിലാണ്. അപ്പോൾ ഉമ്മ വല്ലതും പറഞ്ഞാൽ അതുകൂടി ഞാൻ എങ്ങനെ താങ്ങും എന്ന് ഓർക്കാൻ പോലും പറ്റാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരവസ്ഥ ഉണ്ടാകും. യൗമ യക്കൂനു നാസു കൽ ഫറാഷിൽ മബ്സൂസ്. ഇപ്പോഴെന്താ മനുഷ്യൻ്റെ അവസ്ഥ? കയ്യിൽ കാശും അധികാരവും പേരും പ്രശസ്തിയും ആൾബലവും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ആരാന്നറിയോ എന്നുള്ള ഭാവത്തിലാണ്. പക്ഷെ ഖിയാമത്ത് സംഭവിക്കുമ്പോൾ മനുഷ്യർ ആകെ നിസ്സഹായരായി മാറും എന്ന് അല്ലാഹു തആല നമ്മളോട് പറയാൻ. അങ്ങനെ ഉണ്ടാവും. വലാ യുസ്അലു ഹമീമുൻ ഹമീമ. ബന്ധുക്കൾ പരസ്പരം കാണുമ്പോൾ എന്തൊക്കെ ചോദിക്കാനുണ്ടാവില്ലേ? ഇപ്പം നമ്മുടെ ഉമ്മ നേരത്തെ മരണപ്പെട്ടു പോയതാണെന്ന് കരുതുക, അല്ലെങ്കിൽ വാപ്പ, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഇത്ത. അപ്പോൾ അവരെ പരലോകത്ത് വെച്ച് കാണുമ്പോൾ എന്തൊക്കെ പറയാനുണ്ടാവും? അല്ല, നിൻ്റെ ഖബറിലെ ജീവിതമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നോ? അല്ലേ? ഉമ്മാക്ക് ചോദിക്കാനുണ്ടായില്ലേ, മക്കളെ നിങ്ങൾക്ക് പിന്നെ എത്ര മക്കളുണ്ടായി, നീ എവിടുന്ന കല്യാണം കഴിച്ചത്, നിനക്ക് എത്ര മക്കളുണ്ട് എന്നൊക്കെ ചോദിക്കൂലേ? പക്ഷെ ആരും ഒന്നും മിണ്ടില്ല. അത്രേ. വല്ലാത്തൊരു രംഗമാണല്ലേ. കൽ ഫറാഷിൽ മബ്സൂസ്, ചിതറിയ പാറ്റകളെ പോലെ. ഇപ്പം ഇവിടെ വെച്ച് നമ്മൾ പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഫ്രണ്ട്സിൻ്റെ ട്രെൻഡ് എന്താണ് എന്ന് നോക്കിയിട്ടല്ലേ തീരുമാനിക്കാം. ഫ്രണ്ട്സ് എന്താ പറയുന്നത് അതനുസരിച്ചാണ് തീരുമാനങ്ങൾ. പക്ഷെ ഇവരൊക്കെ നമുക്ക് പരലോകത്ത് കൂടെ ഉണ്ടാവുമോ? നിങ്ങൾ അങ്ങനെ ആലോചിക്കാറുണ്ടോ? നമ്മുടെ ഇടത്തും വലത്തും ക്ലാസ്സിലിരിക്കുന്ന ഫ്രണ്ട്സില്ലേ, അവർ സ്വർഗത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവുമോ? ഇപ്പോൾ അവർ പറയുന്ന അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോൾ അവരില്ലെങ്കിലോ? അല്ലെങ്കിൽ നമ്മൾ ആ സ്വർഗത്തിൽ എത്തിയില്ലെങ്കിലോ? അല്ലേ? അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴാണ് ചിതറിയ പാറ്റകളെ പോലെയാകും. ആരും ഒരു വിധത്തിലും പ്രയോജനപ്പെടാത്ത വല്ലാത്തൊരു ലോകമായിരിക്കും അത്. നമ്മളിപ്പോൾ ക്ലാസ്സിൽ കളിച്ചും ചിരിച്ചൊക്കെ മുന്നോട്ട് പോവാം. പക്ഷേ എക്സാമിൻ്റെ ടൈം ആയാലോ പിന്നെ തനിച്ചായി അല്ലേ? ഗ്രൂപ്പ് സ്റ്റഡിയൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും എൻ്റെ പാഠഭാഗം ഞാൻ തന്നെ പഠിക്കണ്ടേ? കാരണം ഞാൻ പരീക്ഷാ ഹാളിൽ തനിച്ചായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ പഠിക്കണം. ഇതേപോലെ തന്നെയാണ് നാളെ പരലോകത്ത് നമ്മളൊക്കെ തനിച്ചായി പോകും. അവനവന് രക്ഷപ്പെടണമെങ്കിൽ എന്താണോ അവൻ ചെയ്ത നന്മ അത് മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂ. ആ ഒരു സൂചനയാണ് ഇത് നൽകുന്നത്. അത് ഖിയാമത്തിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ആ ഭയങ്കര ശബ്ദത്തോടെ കാഹളത്തിൽ ഊതപ്പെടുന്ന ആദ്യ സന്ദർഭമല്ലേ, അവിടെ മുതൽ ഇതായിരിക്കും അവസ്ഥ. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം അല്ലേ. ഇതാണ് ആദ്യം പറയുന്നത്, യൗമ യകൂനു നാസു കൽ ഫറാഷിൽ മബ്സൂസ്. എന്തുകൊണ്ടാണ് മനുഷ്യരെ കുറിച്ച് പറഞ്ഞത്? ജീവജാലങ്ങളിൽ ഏറ്റവും കരുത്തൻ മനുഷ്യനാണ്. നമ്മൾ പറയും ആനക്കാണ് കൂടുതൽ കരുത്ത്. ശാരീരികമായിട്ട് ഓക്കെയാണ്, പക്ഷേ ഈ ആനയെ വെറും ഒരു വടിക്കഷ്ണം കൊണ്ട് കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധി മനുഷ്യനുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യനാണ് ഏറ്റവും കരുത്തുള്ളവൻ. ആ മനുഷ്യൻ ഇങ്ങനെ നിസ്സഹായനായി പോകും എന്നാണ് പറയുന്നത്. തുടർന്ന് പറയും, നോക്കൂ, വതകൂനുൽ ജിബാലു കൽഇഹ്നിൽ മൻഫൂഷ്. വതകൂനു ആകും, അൽ ജിബാൽ ജബൽ പർവ്വതം, അൽ ജിബാൽ പർവ്വതങ്ങൾ ആയിത്തീരും. കൽ ഇഹ്ൻ ക പോലെ, അൽ ഇഹ്ൻ രോമം അല്ലെങ്കിൽ കമ്പിളി. എങ്ങനെയുള്ളത്? അൽ മംഫൂഷ് നഫഷ കടഞ്ഞെടുത്തു എന്നാണ് അർത്ഥം. മംഫൂഷ് കടയപ്പെട്ടത്, വളരെ നേരിയതായിട്ട് ഇങ്ങനെ ഏർന്നെടുത്തതുപോലെയുള്ള വേർതിരിച്ച നൂലുകൾ ആണ് ഉദ്ദേശിക്കുന്നത്. കൽ ഇഹ്നിൽ മംഫൂഷ്, കടഞ്ഞെടുത്ത നൂല് പോലെ. നമ്മളിങ്ങനെ തറിയിലൊക്കെ ഈ തുണി നെയ്തെടുക്കുന്നത് കണ്ടിട്ടില്ലേ? ഒറ്റപ്പെട്ട നൂലുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട്. വതകൂനുൽ ജിബാൽ പർവ്വതങ്ങൾ ആകും, കൽ ഇഹ്നിൽ മംഫൂഷ് കടഞ്ഞെടുത്ത രോമം പോലെ കമ്പിളി പോലെയാകും. എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്ന് പർവ്വതത്തിൻ്റെ അവസ്ഥ എന്താണ്? ശരിക്കും ഭൂമിയുടെ ആണിക്കല്ലുകളാണ് അല്ലേ? നമ്മൾ മുകളിൽ ഇങ്ങനെ പർവ്വതം കാണുന്നുണ്ടല്ലോ, അതേപോലെ ഭൂമിക്കടിയിലേക്ക് സ്റ്റീപ്പായിട്ട് ഈ പർവ്വതങ്ങൾ ഇങ്ങനെ പൂണ്ട് കിടക്കുകയാണ്.
ഖുർആൻ പറയുന്നത് വൽ ജിബാല ഔത്താദ, പർവ്വതങ്ങളെ ആണിക്കല്ലുകളാക്കി എന്നാണ്. അതേപോലെ അർസാഹ, നങ്കൂരം എന്ന് പറയില്ലേ, കപ്പൽ വെള്ളത്തിൽ ഇളകാതിരിക്കാൻ വേണ്ടി ആങ്കർ ചെയ്യൂലേ, ആ നിലയ്ക്കുള്ള നങ്കൂരങ്ങളാണ് ഈ പർവ്വതങ്ങൾ, ഭൂമി ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പരലോകത്ത് നാളെ ഖിയാമത്ത് സംഭവിക്കുന്ന വേളയിൽ ഈ പർവ്വതങ്ങളൊക്കെ അല്ലാഹു തആല ഇങ്ങനെ ഊരിയെടുക്കും. എന്നിട്ടോ അതിങ്ങനെ അപ്പൂപ്പൻ താടി പോലെ കറങ്ങി നടക്കാൻ തുടങ്ങും അത്രേ. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്ക്, വല്ലാത്തൊരു രംഗമായിരിക്കും അല്ലേ. വതകൂനുൽ ജിബാലു കൽഇഹ്നിൽ മൻഫൂഷ്, പല ശൈലിയിൽ ഖുർആൻ എന്ന് പറയുന്നുണ്ട്. അന്ന് മക്കയിലുള്ള ആൾക്കാർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിരുന്നു, പർവ്വതങ്ങൾക്ക് എന്ത് സംഭവിക്കും? വയസ്അലൂനക അനിൽ ജിബാൽ ഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫ, എൻ്റെ റബ്ബ് അതിനെ ഇടിച്ചുടച്ച് കളയും. എന്നിട്ട് ഈ മഹ്ശറുണ്ടല്ലോ, വിശാലമായൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും അല്ലേ, ലോകത്തെ സകല മനുഷ്യർക്കും വന്നു നിൽക്കാൻ കഴിയും വിധത്തിൽ ഈ ഭൂമി ഇടിച്ചുടച്ച് എല്ലാം ഇങ്ങനെ ഫ്ലാറ്റായിട്ട് നല്ല നിരപ്പായ സ്ഥലമാക്കി മാറ്റും എന്ന് പറയുന്നു. അതേപോലെ ഈ പർവ്വതങ്ങൾ പറന്നു നടക്കും. ഇതിൽ ജിബാല് സുയ്യിറത്ത്, അപ്പൂപ്പൻ താണ്ടി പോലെ പറന്നു നടക്കുന്ന അവസ്ഥ ഉണ്ടാവും എന്നൊക്കെ ഖുർആൻ പ്രയോഗിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് ഇന്നുള്ള ഒരു ഘടനയില്ലേ, ഈ സ്ട്രക്ചർ മൊത്തം മാറ്റിപ്പണിയും എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അങ്ങനെ സംഭവിക്കും. അപ്പോൾ എന്തുകൊണ്ട് പർവ്വതത്തെ പറഞ്ഞു? അത് ഈ ഭൂമിയിലെ ഏറ്റവും ശക്തിമത്തായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒന്നാണ്. അതിങ്ങനെ അപ്പൂപ്പൻ താടി പോലെ പാറി നടക്കുന്ന അവസ്ഥയുണ്ടാവും. ഈ ലോകത്തിൻ്റെ ഘടന ആകെ താറുമാറാകും അല്ലേ. സൂര്യൻ്റെ വെളിച്ചം അണഞ്ഞു പോകും, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും എന്നൊക്കെ ഖുർആൻ പറയുന്നില്ലേ. ആ നിലയ്ക്ക് ആകെ മാറി മറിയാൻ വതകൂനുൽ ജിബാലു കൽഇഹ്നിൽ മൻഫൂഷ് എന്നത്. മനുഷ്യൻ ശരിക്കും ഇന്ന് ആ പണി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നമ്മൾ JCBയും അതുപോലെയൊക്കെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് വലിയ വലിയ മലകൾ ഇടിച്ചുടച്ച് മറ്റു പലയിടങ്ങളിലും കൊണ്ടുപോയി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഭൂമിയുടെ ബാലൻസ് തെറ്റുന്നു. അങ്ങനെയാണല്ലോ ഭൂകമ്പങ്ങളും അതുപോലെ പ്രളയമൊക്കെ സംഭവിക്കുന്നത്. പ്രകൃതി ലോല പ്രദേശങ്ങളുണ്ട് എന്നല്ലേ മലയോരങ്ങളിൽ. അപ്പോൾ അതിനാൽ വളരെ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. ഈ ഭൂമിയുടെ നായകനായ ഹീറോ ആയിട്ടുള്ള മനുഷ്യൻ തളർന്നു പോകും, നിസ്സഹായനാകും. ഈ ഭൂമിയുടെ ഘടന തെറ്റും, പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. ഇത് തീർച്ചയായും മനുഷ്യൻ അനുഭവിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളാണ് എന്ന് അള്ളാഹു ഉണർത്താണ്. ഇപ്പോൾ തന്നെ ആലോചിച്ച് നോക്കൂ, ലോകത്ത് ഒരുപാട് അഗ്നിപർവ്വതങ്ങളുണ്ട് അല്ലേ, കത്തിയാളിക്കൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതങ്ങളുണ്ട്. അതിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല. അതേപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വലിയ വലിയ അത്യന്താധുനിക സംവിധാനങ്ങളുള്ള ഈ ലോകത്ത് ഒരു തീക്കാറ്റ് വന്നാൽ അതിനെ തടഞ്ഞു നിർത്താൻ ഒരു രാജ്യത്തിനും കഴിയുന്നില്ലല്ലോ. പുതിയ പുതിയ സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ ഈ നിലയിൽ ഖിയാമത്തിൻ്റെ വേളയിലെ ഈ സംഭവങ്ങളെ ആർക്കാണ് തടഞ്ഞു നിർത്താൻ കഴിയും? ആർക്കും കഴിയില്ല. അതിനാൽ നിസ്സഹായരായി പോകും നമ്മൾ. അപ്പോൾ എന്താ വേണ്ടത്? അതിനുശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ നടത്തുക എന്നതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള സമീപനം എന്നാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, കോച്ചിങ്ങിന് പോകുന്നു, അങ്ങനെ വലിയ വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നു, ഭാവിയിൽ വലിയ ആളാവണമെന്ന് ആഗ്രഹിക്കുന്നു. എങ്കിൽ അതിനും അപ്പുറത്ത് വരാനിരിക്കുന്ന മറ്റൊരു ലോകത്തിന് വേണ്ടി ആവശ്യമായ കോച്ചിങ്, ട്രെയിനിങ് നമ്മൾ നേടിയിരിക്കണം എന്നാണ് ഈ സൂറ പഠിപ്പിക്കുന്നത്. അടുത്ത സൂക്തങ്ങളിൽ അത് കൂടുതൽ വ്യക്തമാകും. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്തിനും അപ്പുറം വരാനിരിക്കുന്ന മറ്റൊരു ലോകത്തെ, പരലോകത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിതത്തെ പ്ലാൻ ചെയ്യുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.